ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഉത്സവ കാഴ്ചകളാണ് കേട്ടോ. ഞങ്ങളിതാ യാത്ര പോവാണ്, രാത്രിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ ലളിതേച്ചിയും അഞ്ചും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ഇതാ സ്കൂട്ടിയിൽ പോകുന്നുണ്ട്. അവർ 2 പേരും ഞങ്ങളുടെ തൊട്ട് പുറകിൽ സ്കൂട്ടിയിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നല്ലേ? നമ്മുടെ കുമ്പള ശ്രീ കണപുര ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് കേട്ടോ, വാർഷികോത്സവം. അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോവുകയാണ്. 14-ാം തീയതി തുടങ്ങി 19-ാം തീയതി വരെയാണ് ഉത്സവം. അപ്പം ഞങ്ങൾ തൊട്ട 2ാമത്തെ ദിവസമാണ് പോകുന്നത്. കാരണം പിന്നീട് പോകുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ കുമ്പളയിൽ കേട്ടോ. അവിടെ റോഡൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അങ്ങോട്ടൊക്കെ ഒത്തിരി കാഴ്ചകളുണ്ട്. അവിടെ ഒരു വലിയൊരു ഗ്രൗണ്ടിൽ സ്റ്റേജും പാട്ടും നമ്മുടെ ജയന്തിവിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അമ്പലത്തിൽ തൊഴാന്ന് പറഞ്ഞിട്ട് നേരെ താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊരു ഇടവഴിയാണ്, അവിടെ എല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ അമ്പലത്തിൽ തൊട്ടടുത്താണ് നമ്മളിതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെതാ നമ്മളെല്ലാവരും നേരെ ഭഗവാനെ തൊഴാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ദ്വാപരയുഗത്തിൽ കൃഷ്ണൻ്റെ വളർത്തമ്മയായ യശോദ ആരാധിച്ചിരുന്ന കൃഷ്ണശിലയിലുള്ള ബാലഗോപാല വിഗ്രഹമാണ് ഇവിടെയുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. കൃഷ്ണൻ ഇത് പിന്നീട് കണ്ണോ മഹർഷിക്ക് നൽകുകയും കണ്ണോ മഹർഷി കുമ്പളയിൽ പ്രതിഷ്ഠ നടത്തിയതുകൊണ്ടും കണ്ണോപുര എന്നും പിൽക്കാലത്ത് കണിപുര എന്നും ഇവിടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ എല്ലാവരും അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇവിടെയൊക്കെ നല്ല രീതിക്ക് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് വലിയൊരു തിരക്കൊന്നും ഇല്ലായിരുന്നേ. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും നേരെ ഉള്ളിലേക്ക് പോയി. അപ്പോഴാണെങ്കിലോ ഭഗവാന്റെ വിഗ്രഹവും കൊണ്ട് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തുന്ന എന്തോ ഒരു ചടങ്ങുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാർ ഫുള്ള് അവിടെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ചെന്നപ്പോഴത്തേക്കും ഉള്ളിലേക്ക് തൊഴാൻ വേണ്ടി പറ്റിയില്ല. അപ്പം ഞങ്ങളെല്ലാവരും അത് പുറത്തുനിന്ന് അത് തൊഴുതുകൊണ്ടിരിക്കുകയായിരുന്നേ. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിന് ചുറ്റുമുള്ള ബാക്കിയുള്ള പ്രതിഷ്ഠകളൊക്കെ ഒന്ന് പോയി തൊഴുതിട്ടുണ്ടായിരുന്നേ. തൊഴുതിട്ട് പിന്നെ അവിടെ ഒരു കുളമുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴത്തേക്കും നമ്മുടെ അമ്പലത്തിനുള്ളിലേക്ക് ശ്രീകോവിലിനുള്ളിലേക്ക് ആളെ വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ച് വീണ്ടും അമ്പലത്തിനുള്ളിലേക്ക് വന്നിട്ട് ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. പുറത്തിറങ്ങിയിട്ട് പിന്നെ അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും നേരെ പോയി കേട്ടോ. അപ്പോൾ എപ്പോഴത്തേക്കും അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നേ. പക്ഷെ കുറേ ആൾക്കാരൊക്കെ ഇടയിലൊക്കെ കയറുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് നേരം ക്യൂ നിന്നപ്പോഴത്തേക്കും നമുക്ക് അന്നദാനം കിട്ടി കേട്ടോ. നല്ല ചൂട് പച്ചരി ചോറും സാമ്പാറും പിന്നെ ഒരു ഗ്രീൻ പീസ് കൊണ്ടുള്ളൊരു കറിയും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ പെട്ടെന്ന് കഴിച്ചു. പിന്നെ നമുക്കവിടെ സ്ഥലമൊക്കെ കുറവായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിരുന്നാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ഒന്ന് ഫ്രണ്ടിലോട്ട് പോയിട്ട് തൊഴാൻ വേണ്ടി നിന്ന് കേട്ടോ. എല്ലാ വർഷവും മകരസംക്രമണ ദിവസം കൊടിയേറി 5 ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷിക ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ്. വെടിക്കെട്ടിന് പ്രാധാന്യമുള്ള ഈ ഉത്സവം കുമ്പളവെടി എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം കുമ്പളവെടിയുടെ അന്നൊന്നും ഞങ്ങൾക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നേ. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങിയിട്ട് പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മളെല്ലാവരും ചന്ത കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവിടെ ആദ്യം ഒരിടത്ത് ചെണ്ട കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ലളിതേച്ചി അമ്പാടിക്കും രേവുട്ടിക്കും ചെണ്ട വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പൂക്കളൊക്കെ അവിടെ കണ്ടതാണ്. നമ്മൾ പിന്നെ ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ചെറിയ വിലയൊക്കെ ആയിരുന്നു. ആ സമയത്ത് രേവുട്ടി അവിടെ ഇരുന്ന് ചെണ്ടയൊക്കെ കൊട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ ഓരോരോ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ പറഞ്ഞല്ലോ തൊട്ടടുത്ത ദിവസം കൊണ്ട് തന്നെ പോയതുകൊണ്ട് അവിടെ വലിയതായിട്ട് ചന്തകളൊന്നും ഇല്ലായിരുന്നു, വലിയ തിരക്കും ഇല്ലായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ കൊണ്ട് ഒത്തിരി തിരക്കിലോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് ഏത് ഉത്സവത്തിന് പോയാലും രേവുട്ടിയുടെ അമ്പാടിയുടെ മെയിൻ ഐറ്റമാണ് കേട്ടോ ഈ സ്വീറ്റ് കോൺ. അപ്പോൾ അതും വാങ്ങിക്കൊടുത്തു. അങ്ങനെ അത് രണ്ടും കഴിച്ചിട്ട് ഞങ്ങൾ ബാക്കി എന്തെങ്കിലുമൊക്കെ നോക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനത്തെ ഏകദേശം കുറച്ച് കാഴ്ചയൊക്കെ കണ്ടപ്പോഴത്തേക്കും അമ്പാടിയൊക്കെ നല്ല ഉറക്കമായി. പിന്നെ നല്ല മഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വന്ന് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് ബൈക്കൊക്കെ എടുത്തിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്